കല്യാണപ്രായമെത്തിയ പാലകർക്ക് ജാതകത്തിൽ പറഞ്ഞതുപ്രകാരം ഇനിയൊരു കന്യയെ കണ്ടുപിടിക്കണം. താനും ദൂതനും കൂടി മാലയാരാഞ്ഞു പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സമുദ്രകൂടി വാഴുന്ന മാരായർ യാത്രയ്ക്കായി തയ്യാറെടുത്തു. ഭണ്ഡാരപ്പള്ളി തുറന്ന് കിഴിപ്പണവും വച്ചുണ്ണാൻ ചെറിയ ഓട്ടുരുളിയും തവികളും കിണ്ടിയും എല്ലാം എടുത്ത് ഒരു തുണിയിൽ മുറുക്കി കെട്ടി. കുടയും വടിയും ചെരുപ്പും വേണ്ടുന്ന സാധനങ്ങൾ എല്ലാം എടുത്തുകൊണ്ട് നാടകശാലയിൽ വന്നിരുന്നു. ഏതായാലും ഒരു ദൂരയാത്ര പോവുകയല്ലേ, സദ്യ ഒരുക്കിയിട്ടുണ്ട്, കഴിച്ചിട്ടിറങ്ങാം എന്ന് മാരുതിയമ്മയും അറിയിച്ചു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചതിനു ശേഷം ഇരുവരും ഒരുങ്ങിയിറങ്ങി മാരുതിയോട് യാത്ര പറയാനെത്തി. ഏതമ്മമാരെപ്പോലെയും മാരുതി എങ്ങനെയുള്ള കന്യയെ പാലകർക്കു വേണ്ടി അന്വേഷിക്കണമെന്ന് മാരായരോട് പറഞ്ഞു. 4 സ്ഥലവും ഒത്ത ഒരിടത്ത് ആളും സമ്പത്തും അഴകുമുള്ള ഒരു കന്യയായിരിക്കണം. എല്ലാം സമ്മതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മാരായരും ദൂതനും യാത്രയായി. നടന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കടൽക്കരയിലൂടെയായി യാത്ര. കുറച്ചകലെ നിർത്തിയിട്ടിരുന്ന ഒരു കപ്പലിലെ ആളുകൾ മാരായരെയും ദൂതനെയും കണ്ടുകൊണ്ട് കപ്പലിൽ നിന്നും മണിത്തോണി തുഴഞ്ഞ് കരക്കടിപ്പിച്ചു. മാരായരോടും ദൂതനോടും കയറാൻ ആവശ്യപ്പെട്ടു. ഇരുവരും മണിത്തോണിയിൽ കയറി കപ്പലിലെത്തി. കപ്പലിൻ്റെ ഒരു വശത്ത് ഭാണ്ഡക്കെട്ടുകളെല്ലാം ഇറക്കി വെച്ച് ഒരു വിരിപ്പടം വിരിച്ച് അതിന്മേൽ ഇരുവരും ഇരുന്നു. കപ്പൽക്കാർ ഏത് നാട്ടിലേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ തെക്കോട്ട് തിരിച്ചോളൂ എന്ന് മാരായർ മറുപടി കൊടുത്തു. അങ്ങനെ പതുക്കെ കപ്പൽ തിരിച്ച് കടലിലോട്ടിറക്കി. പകൽ വിളക്കും രാവിളക്കും ഒക്കെ കൊളുത്തി ചമുക്ക വെച്ച് ഒട്ടിച്ച് പലതരം കടലുകളിലൂടെ കപ്പൽ യാത്ര തുടർന്നു. 6 മാസക്കാലമായി യാത്ര തുടങ്ങിയിട്ട് നാടും നഗരവും ദേശവും ഊരും ഒന്നുമേ കാണുന്നില്ല. ഏതായാലും വന്ന കാര്യം നടത്താതെ പോകുന്ന പ്രശ്നമില്ല, മാരായർ ദൂതനോട് പറഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങ് ദൂരെ ഒരു നാടും നഗരവും ഒക്കെ കാണാറായി. ആശ്വാസത്തോടെ ദൂതൻ കപ്പൽക്കാരോട് പറഞ്ഞു, ഞങ്ങളെ ഒന്ന് ആ കാണുന്ന കരയിൽ ഇറക്കാമോ? കപ്പൽ കരയോട് പതുക്കെ അടുപ്പിച്ചു. വടമെറിഞ്ഞ് കപ്പൽ കെട്ടി നിർത്തി. ഇരുവരും സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് മണിത്തോണിയിലേക്ക് കയറി. ഉടനെ തോണി തുഴഞ്ഞ് കരയിലേക്കും എത്തി. ഇരുവരും പാലകർക്ക് മാല വയ്ക്കുവാൻ ഒത്തിണങ്ങിയ ഒരു കന്യയെ അന്വേഷിച്ച് യാത്ര തുടങ്ങി. ചോഴക്കര ചെട്ടിമാരുടെ തെരുവിലും ഓലമേഞ്ഞതും ഓടുമേഞ്ഞതുമായ വീടുകളിലും ചെമ്പ് ഇരുമ്പ് വെള്ളി സ്വർണം ഒക്കെ കൊണ്ട് മേഞ്ഞ മാളികകളിലും ഒക്കെ കയറി നോക്കി. എത്ര അന്വേഷിച്ചിട്ടും ഒത്തിണങ്ങിയ ഒരു കന്യയെ കിട്ടുന്നില്ല. ആളുണ്ടെങ്കിൽ സമ്പത്ത് കാണില്ല, സമ്പത്തുണ്ടെങ്കിൽ ആള് കാണില്ല. രണ്ടും ഇണങ്ങി വന്നാലോ കാണാൻ അഴകും കുറവായിരിക്കും. ഏതായാലും കണ്ടുപിടിച്ചിട്ടേ ഇനി തിരിച്ചു പോകുള്ളൂ. തെരുവുകളിലും നഗരങ്ങളിലും ഒക്കെ നടന്ന് ഇരുവരും വളരെ ക്ഷീണിതരായി. നമ്മൾ വന്ന വഴി ഒരു വഴിയമ്പലം കണ്ടില്ലേ, അവിടെ ഒന്ന് വിശ്രമിച്ചിട്ടാകാം ഇനിയുള്ള യാത്ര, മാരായർ പറഞ്ഞു. ചുമടുകളെല്ലാം വിരിപ്പിടം വിരിച്ച് അതിൽ വച്ച് ഇരുവരും വഴിയമ്പലത്തിലിരുന്നു. കൊണ്ടുവന്ന കാശും അരിയും ഒക്കെ തീരാറായി. എന്താകുമെന്നറിയില്ല. മാരായർ അറിയാതെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ദൂതനാകട്ടെ ചുമരിൽ ചാരിയും ഇരുന്നു വിശ്രമിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ദൂതൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കുറച്ചു മാറി 2 പേർ കിടക്കുന്നുണ്ട്. ഉണർന്നു കിടക്കുന്നയാളോട് ഏത് നാട്ടിലുള്ളവരാണെന്നും എന്തിനു വന്നതാണെന്നും ദൂതൻ കുശലപ്രശ്നം നടത്തി. മറുപടി എന്നോണം അയാൾ പറഞ്ഞു, ചങ്ങാതി, ഞാൻ തെക്കുംകൊല്ലത്തെ ദൂതനാണ്. ഈ കിടന്നുറങ്ങുന്നത് നാരായണരും. മകൾക്ക് കല്യാണം അന്വേഷിച്ച് ഇറങ്ങിയതാണ്. കാലമേറെയായിട്ടും നല്ലൊരു ബന്ധം കിട്ടാനില്ല. വടക്കും കൊല്ലത്തെ ദൂതന് പെട്ടെന്ന് തേടിയ വള്ളി കാലിൽ ചുറ്റിയതുപോലെ തോന്നി. ഈ കിടക്കുന്നത് വടർകൊല്ലത്തെ സമുദ്രകോടി വാഴുന്ന മാരായറാണ്. മകനായ ഉണ്ണി പാലകർക്ക് മാലയാരാഞ്ഞിറങ്ങിയതാണ് ഞങ്ങൾ 2 പേരും. അങ്ങനെ ഇരുവരും നാരായണരെയും മാരായരെയും വിളിച്ചുണർത്തി കാര്യങ്ങൾ ബോധിപ്പിച്ചു. ഇരുവർക്കും സന്തോഷമായി. ഇത്ര കാലം അന്വേഷിച്ച് നടന്നത് ഈ സമയത്തിനു വേണ്ടിയായിരുന്നല്ലേ? നാരായണർ പറഞ്ഞു, മാരായർ, എൻ്റെ കൂടെ വീട് വരെ ഒന്ന് വന്ന് എൻ്റെ പൊന്മകളെ ഒന്ന് കണ്ടു നോക്കൂ. ജാതകവും ചേർന്ന് ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ തന്നെ മുഹൂർത്തം കുറിച്ചും കൊണ്ടുപോകാം. അങ്ങനെ ഇരുവരും തങ്ങളുടെ ദൂതന്മാരോടൊപ്പം തെക്കുംകൊല്ലത്തേക്ക് യാത്രയായി. ഇതൊക്കെ തൻ്റെ അകക്കണ്ണാൽ കണ്ടറിഞ്ഞ തെക്കുംകൊല്ലത്തെ കൊച്ചു തമ്പുരാട്ടിയും കന്യാവുമായ ദേവി തൻ്റെ പൊൻചൂരൽ മണി എന്ന കട്ടിലിലിരുന്നു കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു.